പീലാത്തോസിൻ്റെ അരമനയിൽ വിട്ടിറങ്ങിയിട്ട്, അതായത് അരമനയിൽ ആ വിചാരണ നേരത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ലീവായിൽ കയറുന്ന നേരം വരെയില്ലേ, കുരിശേ കടന്നിട്ടേ പിന്നെ അവൻ മിണ്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തുമാത്രം പാടുപീടകളിലൂടെ കടന്നുപോയി, എന്തുമാത്രം ത്രെറ്റ് അവൻ്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. ഈ പരിഹാസം, പുച്ഛം, ആക്ഷേപം ഒക്കെ ഉണ്ടായി. അതിനിടയ്ക്ക് ആരാണ്ട് ഓരോരുത്തർ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. മൈൻഡ് ചെയ്തില്ല ഈശോ, മൈൻഡ് ചെയ്തില്ല. കുരിശിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു എല്ലാ പഠിപ്പീരും. അവസാനം പറയാനുള്ളതെല്ലാം കുരിശെ കയറിയിട്ട് പറയാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വായിൽ നിന്ന് വീണ ഏക വർത്തമാനം ഇതാണ്. അവൻ്റെ വായിൽ നിന്ന് വീണ ഏക വർത്തമാനം ഇതാണ്: എന്നെ പ്രതി കരയണ്ട, എന്നെ പ്രതി കരയണ്ട, നിങ്ങളെ പ്രതിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തും കരയുവിൻ. അതായത് ഭീഷണി കൊണ്ട് അവനെ മിണ്ടിക്കാൻ നോക്കി, നടന്നില്ല. പേടിപ്പിച്ച് മിണ്ടിപ്പിക്കാൻ നോക്കി, പീഡിപ്പിച്ച് മിണ്ടിപ്പിക്കാൻ നോക്കി, സംസാരിപ്പിക്കാൻ നോക്കി, നടന്നില്ല. കർത്താവ് കുലുങ്ങിയില്ല. പക്ഷേ അലിവ്, അവൻ്റെ ഉള്ളിലെ അവസാനിക്കാത്ത അലിവ് അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. പടയാളികളുടെ മുമ്പിൽ, അവരുടെ ആക്രോശങ്ങളുടെ മുമ്പിൽ ഒരു വാക്കുരിയാടാതെ നിന്നവൻ ഇവിടെ പാവം പിടിച്ച സ്ത്രീകൾ കരയുന്ന കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ കരുണ വീണ്ടും ഉറവ പൊട്ടി ഒഴുകി. അലിവ് വാക്കുകളായിട്ട് മാറി. ഈശോയെ അവൻ്റെ അലിവിനെ, അവൻ്റെ കരുണയെ മനസ്സിലാക്കാൻ പറ്റുന്ന സുന്ദരമായ രംഗമാണിത്.